ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്നൊരു തിന്മയാണ്. വ്യാപകമായി ഇപ്പം നമുക്ക് ഒരു വലിയ മോറൽ ഫോഴ്സായി മാറണമെങ്കിൽ, നമുക്ക് ഈ കുത്തി ഒലിച്ച് കുലംകുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിൻ്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതലുണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല. നമ്മൾ ഈ വിഷയം വളരെ ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധി, അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഇനി പറയേണ്ട വിഷയം ഇതാണ്. എന്താണ്? വിശുദ്ധി. വിശുദ്ധി പാലിക്കണം, വിശുദ്ധരുണ്ടാവണം, അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കടക്കണം. നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം. വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ശക്തിയെ ഇനി പ്രതിരോധിച്ച് നിർത്താൻ പറ്റില്ല.